കണ്ണൂരിൽ 1.5 വയസ്സുകാരനായ മകനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ കോടതി കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ അമ്മ ശരണ്യയുടെ ശിക്ഷാവിധി ഇന്ന്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ വിധിക്കുക. കാമുകനൊപ്പം ജീവിക്കാൻ മകൻ വിഹാനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. 2020 ഫെബ്രുവരി 17 സംഭവം. ആൺ സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായ വലിയന്നൂർ സ്വദേശി നിധിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഏതായാലും അമ്മയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായും രജിത്തെ, അമ്മ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ അതിനീചമായി കൊലപ്പെടുത്തിയ ഒരു കേസിൽ, നാട് നടുങ്ങിയ ഒരു കേസിലാണ് 5 വർഷത്തിന് ശേഷം ഇപ്പോൾ വിധി വരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ശരണ്യ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു നിരാശ ഉണ്ടാക്കുന്ന കാര്യം, ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ച നിധിനെ കോടതി വെറുതെ വിട്ടു എന്നതാണ്. 2020 ഫെബ്രുവരി 17 പുലർച്ചെ 2:45 ഈ ക്രൂരകൃത്യം നടത്തിയത്. അതായത് പ്രധാനമായും ഭർത്താവിനെ, പ്രണവ് എന്ന് പറയുന്ന ഈ ശരണ്യമായി പിണങ്ങി കഴിയുകയായിരുന്ന ഭർത്താവിനെ കൊടുക്കാൻ, അതോടൊപ്പം നിതിൻ എന്ന് പറയുന്ന ഈ കാമുകനോടൊപ്പം ജീവിക്കാൻ, അങ്ങനെയാണ് ഈ ഒരു നീചമായ കൊലപാതകം നടത്തുന്നത്. അത് പ്രോസിക്യൂഷനെ തെളിയിക്കാനായി. പക്ഷേ അപ്പോഴും ഈ നിതിനെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും വിധി 11 മണിയോടുകൂടി ആദ്യ കേസായി തന്നെ ഇതെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വിധിയിന്മേലുള്ള ഒരു വാദമുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 12 മണിയോടുകൂടി തന്നെ ശരണ്യയ്ക്ക് എന്ത് ശിക്ഷ നൽകും, അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏറ്റവും പ്രധാനമായി കാത്തിരിക്കുന്നതും അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കേസായി ഇത് പരിഗണിക്കണം. ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് ആയിരിക്കണം എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. എന്തായാലും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസിനെയും ഒരു വിമർശനം കോടതി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ കേസ് അന്വേഷിക്കുന്നതിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും ഒരു വീഴ്ച സംഭവിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാനമായും ഈ നിധിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തന്നെയാണ്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല. അതുകൊണ്ടാണ് നിധിനെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് ഇനി ഈ ശരണ്യക്ക് നൽകാൻ പോകുന്ന ശിക്ഷ, അതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഈ വിചാരണ വേളയിൽ ഈ ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നിർവികാരമായാണ് ഇവർ ഈ വിധി കേട്ടത്. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് സെഷൻസ് കോടതിയാണ് ഈ ശിക്ഷ വിധിക്കുന്നത്. അവിടെ രണ്ടുപേരും അങ്ങനെയാണ് എത്തിയിരുന്നത്. ഏതായാലും ഇന്ന് ഈ വിധി വന്നതിന് ശേഷം, വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം ഇതിൽ അപ്പീലുമായി പോകുന്ന മറ്റ് നടപടികളിലും മറ്റും ആലോചന ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. പ്രധാനമായും ഈ നിധിനെ കുറ്റവിമുക്തനാക്കിയ കാര്യത്തിൽ ഇന്ന് വിധി വന്നതിന് ശേഷമായിരിക്കും അതിലുള്ള ആലോചന നടക്കുക. ഏതായാലും നാട് നടുക്കിയ, തയ്യിൽ കടപ്പുറം നടുക്കിയ ഒരു അമ്മയുടെ ക്രൂരകൃത്യത്തിന്റെ ഒരു ശിക്ഷ, അത് ഇന്ന് 12 മണിയോടുകൂടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്. ശരി, ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.